ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ ഒരു മാത്തമാറ്റിക്കൽ ഫിസിക്സ് പേപ്പറിലെ ലാസ്റ്റ് യൂണിറ്റ് ഗ്രീൻസ് ഫംഗ്ഷനാണ്. ചെറിയ യൂണിറ്റാണ്. അപ്പോൾ ഇത് പ്രധാനമായിട്ടും പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷൻസ് കണ്ടുപിടിക്കാനായിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, ഈ ഒരു ഗ്രീൻസ് ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. സോ ഇറ്റ്സ് ആൾസോ യൂസ് ടു ഫൈൻഡ് ദ സൊല്യൂഷൻ ഓഫ് എ ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഒരു ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്, ഈ ഒരു ഗ്രീൻസ് ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നുണ്ട്. സോ ഒരു എക്സാമ്പിളിലൂടെ നമ്മൾ ഈ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷൻ ഗ്രീൻസ് ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് സോൾവ് ചെയ്യാം എന്ന് നോക്കുക. അപ്പോൾ നമ്മൾ ഇവിടെ ഒരു എക്സാമ്പിൾ എടുക്കുകയാണ്. കൺസിഡറിങ് എ ഡിഫറൻഷ്യൽ ഇക്വേഷൻ y ഡബിൾ ഡാഷ് പ്ലസ് ഒമേഗ സ്ക്വയർ y ഇസ് ഈക്വൽ ടു എഫ് ഓഫ് ടി. അതിന് നമ്മൾ ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുത്തു. ഓക്കെ, ആൻഡ് വി ഹാവ് ദ ബൗണ്ടറി കണ്ടീഷൻസ്. എന്താണ്? y0 ഇസ് ഈക്വൽ ടു y0 ഡാഷ് ഇസ് ഈക്വൽ ടു 0. y0 ഡാഷ് എന്ന് പറയുന്നത് എന്താണ്? അതിൻ്റെ ഡിഫറൻഷ്യൽ ഫോമാണ് കേട്ടോ. അതൊക്കെ അറിയാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതിലെ ഈ ഒരു ഫസ്റ്റ് ഇക്വേഷനിലെ ഈ എഫ് ഓഫ് ടി എന്നുള്ള ടേമിനെ പറയുന്ന പേരാണ് സോഴ്സ് അല്ലെങ്കിൽ ഫോഴ്സിങ് ഫംഗ്ഷൻ എന്നുള്ളത്. ഓക്കെ, ഇതുപോലെ തന്നെ ഈ y0 എന്ന് പറയുന്നത് എന്താണ്? y at t is equal to 0. t 0 ആകുമ്പോൾ ഉള്ള y ആണ് y0. ഓക്കെ, അതുപോലെ തന്നെ എഫ് ഓഫ് ടി ഇസ് ദ ഫോഴ്സിങ് ഫംഗ്ഷൻ ഓർ സോഴ്സ് ഫംഗ്ഷൻ. So we can write f of t is equal to 0 to infinity, integral 0 to infinity f of t dash delta t minus t dash dt dash. ഓക്കെ, വിച്ച് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് ടി എന്ന് നമുക്ക് എഴുതാം. അതിന് നമ്മൾ ഇക്വേഷൻ നമ്പർ 2 എന്ന് കൊടുത്തു. ഇതിലെ ഈ ഒരു ഡെൽറ്റ ടി മൈനസ് ടി ഡാഷിനെ പറയുന്ന പേരാണ് ഡിറാക് ഡെൽറ്റ ഫംഗ്ഷൻ. ഇത് നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടാവും. ഇനി ഈ ഒരു ഡിറാക് ഡെൽറ്റ ഫംഗ്ഷൻ്റെ പ്രോപ്പർട്ടി വെച്ചിട്ട് ഇതിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് എഫ് ഓഫ് ടി. ഡിറാക് ഡെൽറ്റ ഫംഗ്ഷൻ്റെ ഒരു പ്രോപ്പർട്ടിയാണ്, അതൊക്കെ നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതിനെ വെച്ചിട്ട് ഈ ഒരു ഡിറാക് ഡെൽറ്റ ഫംഗ്ഷനെ 0 ടു ഇൻഫിനിറ്റി വെച്ച് ഇൻറ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എഫ് ഓഫ് ടി എന്ന് തന്നെ കിട്ടും. ഓക്കെ, അപ്പോൾ ഈ ഒരു ഇക്വേഷൻ എന്താണ് മീൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഇമ്പൾസസ് കൂടി ചേർന്നിട്ട് എന്താവും, ഒരു ഫോഴ്സ് ഉണ്ടായി നമുക്ക് പറയാം. അതായത് ഒരു ഗേഷ്യസ് സിസ്റ്റം കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ഒരുപാട് മോളിക്യൂൾസ് ഉണ്ടാവും. അതിൽ ഓരോ മോളിക്യൂളും അതിരിക്കുന്ന ആ ഒരു കണ്ടെയ്നർ വാളിൽ കൊളൈഡ് ചെയ്താണ് അവിടെ ഒരു പ്രഷർ ഉണ്ടാകുന്നത്. അപ്പോൾ ആ ഒരു പ്രഷർ എങ്ങനെ കണ്ടുപിടിക്കുക? ഫോഴ്സ് ബൈ ഏരിയ ആണ് അല്ലേ. സോ ഇതിലെ ഓരോ കൊളീഷനും ഓരോ ഇമ്പൾസും ഓരോ ഡിഫറൻഷ്യൽ അല്ലെങ്കിൽ ഓരോ ഡിറാക് ഡെൽറ്റ ഫംഗ്ഷനും ആയിട്ട് കൺസിഡർ ചെയ്യാം. അപ്പം എന്താണ്, ആ ഒരു ഓരോ കൊളീഷനും ഓരോ ഇമ്പൾസും ഓരോ ഡിറാക് ഡെൽറ്റ ഫംഗ്ഷനായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. സോ ഇതിൻ്റെ ടോട്ടൽ ഫോഴ്സ് കിട്ടാൻ ഈ ഒരു ഇമ്പൾസിനെ എല്ലാം കൂടിയിട്ട് എന്ത് ചെയ്താൽ മതി? ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ മതി. ഇതാണ് ഈ ഒരു ഇക്വേഷൻ്റെ മീനിങ് എന്ന് പറയുന്നത്. സപ്പോസ് വി ഹാവ് സോൾവ് ദ ഫസ്റ്റ് ഇക്വേഷൻ വിത്ത് എഫ് ഓഫ് ടി റീപ്ലേസ്ഡ് ബൈ ഡിറാക് ഡെൽറ്റ ഫംഗ്ഷൻ. അപ്പോൾ നമ്മൾ ആ ഒരു ഫസ്റ്റ് ഇക്വേഷനെ എഫ് ഓഫ് ടിക്ക് പകരം ഡിറാക് ഡെൽറ്റ ഫംഗ്ഷനായിട്ട് അവിടെ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ, അതായത് എന്താണ്, ഡെൽറ്റ ടി ഡാഷ് മൈനസ് ടി എന്ന് വെച്ച് അപ്ലൈ ചെയ്യുമ്പോൾ ദാറ്റ് ഈസ് വി ഫൈൻഡ് ദ റെസ്പോൺസ് ഓഫ് ദി സിസ്റ്റം ഇൻ എ യൂണിറ്റ് സിമ്പിൾ അറ്റ് ടി ഡാഷ്. അതായത് ഈ ഒരു ഇക്വേഷൻ സോൾവ് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ടി ഈസ് ഈക്വൽ ടു ടി ഡാഷ് ടൈമിൽ നമ്മൾ ഈ ഒരു സിസ്റ്റത്തിൻ്റെ റെസ്പോൺസ് കണ്ടുപിടിക്കുകയാണ്. അതാണ് നമ്മൾ ചെയ്യുന്നത്. സോ ലെറ്റ് us call this response as g of t t dash. ഈ ഒരു റെസ്പോൺസിന് നമുക്ക് g of t t dash എന്ന് പറയാം. സോ ഒരു എഫ് ഓഫ് ടിയെ ഡെൽറ്റ ടി ഡാഷ് മൈനസ് ടി ആയിട്ട് റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന സൊല്യൂഷനാണ് എന്ത്, g of t t dash എന്ന് പറയുന്നത്. എന്താണ് പറഞ്ഞത്? ആ ഒരു എഫ് ഓഫ് ടി എന്നുള്ള ടേമിനെ നമ്മൾ ഡെൽറ്റ ടി ഡാഷ് മൈനസ് ടി ആയിട്ട് റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഒരു സൊല്യൂഷനാണ് ജി ഓഫ് ടി ടി ഡാഷ് എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ ഇനി ഒരു വൈ ഡബിൾ ഡാഷിനെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ആ ഒരു ഇക്വേഷൻ നമ്പർ 3 നോക്കി നോക്കൂ. ഡി സ്ക്വയർ ജി ടി ടി ഡാഷ് ഡിവൈഡഡ് ബൈ ഡി ടി സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ ജി ടി ടി ഡാഷ് വിച്ച് ഈസ് ഈക്വൽ ടു ഡെൽറ്റ ടി ഡാഷ് മൈനസ് ടി എന്ന് കിട്ടും. അതിന് നമ്മൾ ഇക്വേഷൻ നമ്പർ 3 എന്നും കൊടുത്തു. അപ്പോൾ ഇവിടെ ഈ ഒരു വൈൻ്റെ സ്ഥാനത്ത് ജി ടി ടി ഡാഷ് എന്ന് കൊടുക്കാൻ കാരണം എന്താണ്? ബിക്കോസ് ആ ഒരു ഫസ്റ്റ് ഇക്വേഷനിൽ
ഫൈൻ്റെ സൊല്യൂഷനാണ് കാണേണ്ടത് അല്ലേ. അപ്പോൾ അത് ജി ടി ടി ഡാഷ് ആണെന്ന് നമ്മൾ ഓൾറെഡി കണ്ടിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് നമ്മൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. സോ ദ സൊല്യൂഷൻ ഓഫ് ഇക്വേഷൻ 1 ക്യാൻ ബി റിട്ടൺ ആസ് എങ്ങനെ എഴുതാം? y of t is equal to integral 0 to infinity g t t dash f of t dash d t dash എന്ന് എഴുതാം. ഇതിന് നമ്മൾ എന്ത് കൊടുത്തു? ഇക്വേഷൻ നമ്പർ 4 ആയിട്ടും കൊടുത്തു. ഇനി നമുക്കറിയാം ആ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷൻ ഇൻ്റഗ്രൽ ഫോമിലായിരിക്കും വരിക എന്ന് നമുക്കറിയാം. അപ്പോൾ ഇത് ഈ ഒരു കിട്ടിയത് അല്ലെങ്കിൽ ഇത് നമ്മൾ കണ്ടുപിടിച്ച സൊല്യൂഷൻ ശരിയാണോ എന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആ ഒരു ഇക്വേഷൻ നമ്പർ 4 എന്നുള്ളത് ഇക്വേഷൻ നമ്പർ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? y ഡബിൾ ഡാഷ്, അതായത് നമുക്ക് ഏതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്? y ഡബിൾ ഡാഷ് പ്ലസ് ഒമേഗ സ്ക്വയർ y ഈസ് ഈക്വൽ ടു എഫ് ഓഫ് ടി അല്ലേ. അതിന് നമുക്ക് ഒന്നും കൂടി റീഅറേഞ്ച് ചെയ്ത് എങ്ങനെ എഴുതാം? ഈ y ഡബിൾ ഡാഷ് എന്നൊക്കെ പറയുന്നത് എന്താണ്? സെക്കൻഡ് ഡിഫറൻഷ്യൽ ഫോം ആണ് അല്ലേ. അതുകൊണ്ട് തന്നെ ഡി സ്ക്വയർ ഡിവൈഡഡ് ബൈ dy സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ, വൈനെ നമ്മൾ കോമൺ ആയിട്ട് പുറത്തേക്ക് ഇട്ടു, വിച്ച് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് ടി എന്ന് എഴുതാം. ഓക്കെ, ഇനി ആ ഒരു വൈയുടെ സ്ഥാനത്ത് നമ്മൾ ആ ഒരു ഇക്വേഷൻ നമ്പർ 4 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. അപ്പോൾ എന്ത് വരും? ഡി സ്ക്വയർ ഡിവൈഡഡ് ബൈ dy സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ ഇൻറ്റു ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി ജി ഓഫ് ടി ടി ഡാഷ് എഫ് ടി ഡാഷ് ഡി ടി ഡാഷ്. കിട്ടിയില്ലേ? ഇനി നമ്മൾ ആ പുറത്തത്തെ ടേം നമ്മൾ ഉള്ളിലേക്ക് എടുക്കുകയാണ്. അപ്പോൾ എന്ത് വരും? ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി ഡി സ്ക്വയർ ഡിവൈഡഡ് ബൈ dy സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ ജി ഓഫ് ടി ടി ഡാഷ് എഫ് ഓഫ് ടി ഡാഷ് ഡി ടി ഡാഷ് വിച്ച് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി. നമ്മൾ ഓൾറെഡി കണ്ടിട്ടുണ്ടായിരുന്നു ആ ഒരു ടേം എന്താണ്? ഡെൽറ്റ ഓഫ് ടി ഡാഷ് മൈനസ് ടി ആണ് നമ്മൾ ഓൾറെഡി കണ്ടിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ആ ഒരു ടേമിന് നമ്മൾ അവിടെ ഡെൽറ്റ ഓഫ് ടി ഡാഷ് മൈനസ് ടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു, ബാക്കി എഫ് ഓഫ് ടി ഡാഷ് ഡി ടി ഡാഷ് കൊടുത്തു. അപ്പോൾ ആ ഒരു ക്രോണക്കൽ ഡെൽറ്റയുടെ പ്രോപ്പർട്ടി പ്രകാരം നമുക്കിതിന് എന്ത് എഴുതാം? വിച്ച് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് ടി ആണെന്ന് എഴുതാം. സോ എന്താണ്? നമുക്ക് ആ ഒരു ഫസ്റ്റ് ഇക്വേഷനിൽ നമ്മൾ ഓൾറെഡി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത അതേ ആൻസർ തന്നെ നമുക്ക് കിട്ടി. അതായത് ഈ ഒരു നമുക്ക് കിട്ടിയ സൊല്യൂഷൻ കറക്റ്റാണ് നമ്മൾ എന്ത് ചെയ്തു? ചെക്ക് ചെയ്തു. ഇവിടെ ഈ ഒരു ജി ഓഫ് ടി ടി ഡാഷ്, ആ ഒരു ജി ഓഫ് ടി ടി ഡാഷ് ഈസ് കോൾഡ് ദ ഗ്രീൻസ് ഫംഗ്ഷൻ. സോ ദ ഗ്രീൻസ് ഫംഗ്ഷൻ ഈസ് ദ റെസ്പോൺസ് ഓഫ് ദി സിസ്റ്റം ടു എ യൂണിറ്റ് ഇമ്പൾസ് അറ്റ് ടി ഈസ് ഈക്വൽ ടു ടി ഡാഷ് എന്ന് നമുക്ക് പറയാം. എന്താണ്? ദ ഗ്രീൻസ് ഫംഗ്ഷൻ ഈസ് ദ റെസ്പോൺസ് ഓഫ് ദ സിസ്റ്റം ടു എ യൂണിറ്റ് ഇമ്പൾസ് അറ്റ് ടി ഈസ് ഈക്വൽ ടു ടി ഡാഷ്. ഇതിപ്പോൾ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമാണ് ഞാൻ പറഞ്ഞത്. ഇനി നമുക്കറിയാം ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്നാൽ അതിൽ ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷനും അതേപോലെ തന്നെ ഹെട്രോജീനിയസ് അല്ലെങ്കിൽ നോൺ ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷനും ഉണ്ടാവും. എന്താണ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ? നമുക്ക് ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ, നോൺ ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഇങ്ങനെ രണ്ടായിട്ട് നമുക്ക് തരംതിരിക്കാം. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ലാപ്ലേസ് ഇക്വേഷൻ എന്താണ്? ഡെൽ സ്ക്വയർ സൈ ഈസ് ഈക്വൽ ടു 0 അല്ലേ, ഈസ് എ ഹോമോജീനിയസ് ഇക്വേഷൻ. അതുപോലെ തന്നെ നോൺ ഹോമോജീനിയസ് ഇക്വേഷനുള്ള ഒരു എക്സാമ്പിൾ എന്താണ്? നിങ്ങൾ പോയ്സൺസ് ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടാവും. അതായത് ഡെൽ സ്ക്വയർ ഫൈ ഈസ് ഈക്വൽ ടു റോ ബൈ എപ്സിലോൺ 0. അതെന്തിന് ഉദാഹരണമാണ്? ഒരു നോൺ ഹോമോജീനിയസ് ഇക്വേഷന് ഉദാഹരണമാണ്. ഇപ്പോൾ ഈ ഒരു നോൺ ഹോമോജീനിയസ് ഇക്വേഷനിൽ ഒരു സോഴ്സ് ഫംഗ്ഷൻ ഉണ്ടാവും അല്ലേ. കാരണം ഞാൻ പറഞ്ഞു ലാപ്ലേസ് ഇക്വേഷൻ എന്താ? ഡെൽ സ്ക്വയർ സൈ ഈസ് ഈക്വൽ ടു 0 ആണ്, അതായത് RHSൽ 0 ആണ് വരുന്നത്. എന്നാൽ പോയ്സൺസ് ഇക്വേഷൻ അതായത് ഡെൽ സ്ക്വയർ ഫൈ ഈസ് ഈക്വൽ ടു റോ ബൈ എപ്സിലോൺ 0, RHSൽ 0 ആണോ? അല്ല, റോ ബൈ എപ്സിലോൺ 0 ആണ് വരുന്നത്. അതായത് ഈ ഒരു നോൺ ഹോമോജീനിയസ് ഇക്വേഷനിൽ എന്തുണ്ടാവും? ഒരു സോഴ്സ് ഫംഗ്ഷൻ ഉണ്ടാവും. നമ്മൾ കുറച്ച് മുമ്പേ കണ്ടതേ ഉള്ളൂ എന്താണ് സോഴ്സ് ഫംഗ്ഷൻ എന്ന് നമ്മൾ കണ്ടു. അപ്പോൾ ഇവിടുത്തെ ഈ ഒരു പോയ്സൺസ് ഇക്വേഷനിലെ സോഴ്സ് ഫംഗ്ഷൻ എന്തായിരിക്കും? റോ ബൈ എപ്സിലോൺ 0 ആയിരിക്കും ഇവിടുത്തെ സോഴ്സ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു പോയ്സൺസ് ഇക്വേഷൻ നോക്കുകയാണെങ്കിൽ ആ ഒരു ഫൈ എന്നുള്ള പൊട്ടൻഷ്യലിന് കാരണമായത് ചാർജ് ഡിസ്ട്രിബ്യൂഷനാണ്. സോ നമുക്ക് ആ ഒരു റോ ബൈ എപ്സിലോൺ 0യെ ഫോഴ്സ് ഫംഗ്ഷൻ എന്ന് വിളിക്കാമെന്ന് പറഞ്ഞു.
ഇനി ഈ ഒരു ഗ്രീൻ ഫംഗ്ഷൻ പ്രൊവൈഡ്സ് എ വേ ടു സോൾവ് നോൺ ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ. അപ്പോൾ പ്രധാനമായിട്ടും നമ്മൾ ഈ ഒരു ഗ്രീൻസ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഒരു നോൺ ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി നമുക്കൊരു 1 ഡയമെൻഷണൽ പ്രോബ്ലത്തിൽ ഗ്രീൻ ഫംഗ്ഷൻ എങ്ങനെയാണ് ജനറേറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. ഫോർ ദാറ്റ് കൺസിഡർ എ നോൺ ഹോമോജീനിയസ് ഇക്വേഷൻ. ഓക്കെ, കൺസിഡർ എ നോൺ ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്താണ്? L of y of x is equal to f of x. Okay, in the interval a to b. അപ്പോൾ here L is the differential operator with non-homogeneous boundary condition. L എന്ന് പറയുന്നത് ഒരു ഡിഫറൻഷ്യൽ ഓപ്പറേറ്ററാണ്. അതിൻ്റെ ബൗണ്ടറി കണ്ടീഷൻ എന്താണ്? നോൺ ഹോമോജീനിയസ് ബൗണ്ടറി കണ്ടീഷനിലുള്ള ഒരു ഡിഫറൻഷ്യൽ ഓപ്പറേറ്ററാണ് L എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ഞാൻ എല്ലാ ടേംസും കൂടുതലായിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു പോകുന്നില്ല, എല്ലാം ഒരു ഓവറോൾ പറഞ്ഞു പോകുന്നേ ഉള്ളൂ. നിങ്ങൾക്കിപ്പോൾ സമയമില്ലാത്തത് കൊണ്ട് തന്നെ എല്ലാം അങ്ങനെ കുറേ ഇക്വേഷൻസൊക്കെ ബൈഹാർട്ട് ചെയ്യേണ്ടി വരും. കാരണം അതിൻ്റെ ഗ്രാസ് റൂട്ട് ലെവലിൽ പോകാൻ നമുക്ക് സമയമില്ലാത്തത് കൊണ്ടാണ് കുറേ ഇക്വേഷൻസ് നിങ്ങളതിൻ്റെ ആ ഇക്വേഷൻ അങ്ങനെയാണ് വന്നത് എന്ന് പഠിച്ചു പോകേണ്ടി തന്നെ വരും. കാരണം നമുക്കിപ്പോൾ സമയം വളരെ കുറവാണ്. അതുകൊണ്ട് എൽ എന്ന് പറയുന്നത് ഒരു ഡിഫറൻഷ്യൽ ഓപ്പറേറ്റർ ആണെന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതി. And here the boundary conditions are specified at x is equal to a and x is equal to b. ഇവിടുത്തെ ബൗണ്ടറി കണ്ടീഷൻ എന്തൊക്കെയാണ്? x is equal to a and x is equal to b. So to solve this problem, we introduce a function g of xt where t is in between a and b. Okay. Here g of xt is called എന്താണ്? ഗ്രീൻസ് ഫംഗ്ഷൻ. ഇവിടുത്തെ ജി ഓഫ് എക്സ് ടി, ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ഈ ഒരു ഫംഗ്ഷൻ ജി ഓഫ് എക്സ് ടീനെയാണ് എന്ത് പറയുന്നത്? ഗ്രീൻസ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ സോൾവ് ചെയ്യാൻ ആദ്യം ആ ഒരു ഗ്രീൻസ് ഫംഗ്ഷനെ കുറിച്ച് അല്ലെങ്കിൽ ആ ഒരു ഗ്രീൻ ഫംഗ്ഷൻ്റെ കുറച്ച് കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യണം ആ ഒരു ഗ്രീൻസ് ഫംഗ്ഷൻ. അപ്പോൾ എന്തൊക്കെ കണ്ടീഷനാണ് ആ ഗ്രീൻസ് ഫംഗ്ഷൻ സാറ്റിസ്ഫൈ ചെയ്യേണ്ടത് എന്ന് നോക്കുക. ഫസ്റ്റ് കണ്ടീഷൻ എന്താണ്? g of x satisfies the differential equation L of g of xt is equal to minus delta x minus t, where delta x minus t is equal to 0 except at x is equal to t. അതായത് ഡയറാക് ഡെൽറ്റ ഫംഗ്ഷന് x is equal to tയിൽ മാത്രമേ വാല്യൂ ഉണ്ടാവുള്ളൂ. ബാക്കിയുള്ള എല്ലാ സ്ഥലത്തും എന്തായിരിക്കും? ഡയറാക് ഡെൽറ്റ ഫംഗ്ഷൻ 0 ആയിരിക്കും. ഇനി അടുത്ത കണ്ടീഷൻ നോക്കി നോക്കൂ. അടുത്ത കണ്ടീഷൻ എന്താ? ജി ഓഫ് എക്സ് ടി സാറ്റിസ്ഫൈസ് ദ ഗിവൺ ബൗണ്ടറി കണ്ടീഷൻ അറ്റ് ദ എൻഡ് പോയിൻറ്റ്സ് ഓഫ് ദി ഇൻ്റർവെൽ എക്സ് ഇസ് ഈക്വൽ ടു എ ആൻഡ് എക്സ് ഇസ് ഈക്വൽ ടു ബി. ഓക്കെ, അതിൻ്റെ രണ്ട് ബൗണ്ടറി കണ്ടീഷൻസ് ആണ് എന്തൊക്കെ? എക്സ് ഇസ് ഈക്വൽ ടു എയും എക്സ് ഇസ് ഈക്വൽ ടു ബിയും. ദെൻ ദ സൊല്യൂഷൻ ഓഫ് എൽ ഓഫ് വൈ എക്സ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വിൽ ബി. അപ്പോൾ നമ്മൾ കണ്ട ഫസ്റ്റ് ഇക്വേഷൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? വൈ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് ഇൻ്റഗ്രൽ എ ടു ബി ജി ഓഫ് എക്സ് ടി എഫ് ഓഫ് ടി ഡി ടി ആയിരിക്കും. അപ്പോൾ ഈ ഒരു സൊല്യൂഷൻ കറക്റ്റ് ആണോ എന്ന് നമ്മൾ എങ്ങനെ വെരിഫൈ ചെയ്യുക? ദിസ് ക്യാൻ ബി വെരിഫൈഡ് ബൈ ഓപ്പറേറ്റിംഗ് ഓൺ ബോത്ത് സൈഡ്സ് ഓഫ് ദി എബവ് ഇക്വേഷൻ ബൈ എൽ. അപ്പോൾ ആ ഒരു ഡിഫറൻഷ്യൽ ഓപ്പറേറ്റർ വെച്ചിട്ട് നമ്മൾ ആ ഒരു ഇക്വേഷൻ്റെ രണ്ട് സൈഡിലും ഓപ്പറേറ്റ് ചെയ്യാണ്. അപ്പോൾ എന്ത് സംഭവിക്കും? എൽ വൈ ഓഫ് എക്സ് എന്ന് വരും, which will be equal to minus integral a to b L g of x t f of t dt കിട്ടും, which is equal to minus integral a to b minus delta x minus t f of t dt എന്ന് കിട്ടും. കാരണം നമ്മൾ കുറച്ച് മുമ്പ് കണ്ടിട്ടുണ്ടായിരുന്നു ആ ഒരു എൽ ഓഫ് ജി ഓഫ് എക്സ്റ്റിയുടെ ഭാഗത്ത് നമ്മൾ എന്ത് ചെയ്തു? ആ ഒരു ഡെൽറ്റ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു എന്നേ ഉള്ളൂ. അപ്പോൾ പിന്നെ ആ ഒരു ഡിറാക് ഡെൽറ്റ ഫംഗ്ഷൻ്റെ പ്രോപ്പർട്ടി പ്രകാരം എന്താണ്? ഡിറാക് ഡെൽറ്റ ഫംഗ്ഷൻ്റെ ആ ഒരു ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? എഫ് ഓഫ് എക്സ് എന്ന് തന്നെ കിട്ടും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? നമ്മൾക്ക് കിട്ടിയ സൊല്യൂഷൻ കറക്റ്റ് ആണെന്ന് തന്നെ നമ്മൾ വീണ്ടും ചെക്ക് ചെയ്തു. ഇനി ശ്രദ്ധിക്കുക, നമുക്കിവിടെ ഈ ഒരു ഗ്രീൻ ഫംഗ്ഷൻ്റെ എന്ത് കണ്ടുപിടിക്കണം? വാല്യൂ കണ്ടുപിടിക്കുകയാണ് നമ്മൾ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത്. നോക്കി നോക്കൂ, ദ ഫംഗ്ഷൻ y of x obtained in this way will satisfy the given boundary condition. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? നമുക്ക് കിട്ടിയ ആ സൊല്യൂഷൻ കറക്റ്റ് ആണെന്ന് നമ്മൾ കണ്ടുപിടിച്ചു അല്ലെങ്കിൽ ചെക്ക് ചെയ്തു.
because g of xt satisfies the boundary condition at x is equal to a and x is equal to b. Thus, the solution of the boundary value problem reduces to find the Green's function. അപ്പോൾ നമ്മൾ എന്തൊക്കെ കണ്ടുപിടിച്ചോ വൈ ഓഫ് എക്സിൻ്റെ സൊല്യൂഷൻ ചെക്ക് ചെയ്തു. അപ്പോൾ ഇതിൻ്റെ എല്ലാം കൂടി അല്ലെങ്കിൽ ഈ ഒരു എക്സ് ഇസ് ഈക്വൽ ടു എ എന്നുള്ളതും അതേപോലെ തന്നെ എക്സ് ഇസ് ഈക്വൽ ടു ബി എന്നുള്ളതുമാണ് നമ്മളെ രണ്ട് ബൗണ്ടറി കണ്ടീഷൻ. ഓക്കെ, അപ്പോൾ ഈ ഒരു ബൗണ്ടറി വാല്യൂ പ്രോബ്ലം നമുക്ക് എന്തായി, അതിനെ റെഡ്യൂസ് ചെയ്തിട്ട് ഇപ്പോൾ നമുക്ക് എന്ത് കണ്ടുപിടിച്ചാൽ മതി, ആ ഒരു ഗ്രീൻസ് ഫംഗ്ഷൻ മാത്രം കണ്ടുപിടിച്ചാൽ മതി. ആ ഒരു ഗ്രീൻസ് ഫംഗ്ഷൻ കണ്ടുപിടിച്ചാൽ തന്നെ നമുക്ക് എന്ത് കിട്ടി, ആ ഒരു ബൗണ്ടറി വാല്യൂ പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷൻ കിട്ടി. അപ്പോൾ അതിന് നമുക്ക് എന്തൊക്കെ ചെയ്യണം? സോ അതിന് വേണ്ടി നമ്മൾ ഹിയർ വി ആർ കൺസിഡറിങ് എൽ, അതായത് ആ ഒരു ഡിഫറൻഷ്യൽ ഓപ്പറേറ്റർ എൽ ഇസ് ഈക്വൽ ടു ഡി ബൈ ഡി എക്സ് ഓഫ് പി ഓഫ് എക്സ് ഡി വൈ ബൈ ഡി എക്സ് പ്ലസ് ക്യൂ ഓഫ് എക്സ്. അത് നിങ്ങൾ പഠിച്ചിരിക്കണം. ആ ഒരു ഡിഫറൻഷ്യൽ ഓപ്പറേറ്ററിൻ്റെ ഇങ്ങനെയാണ് നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, അതുപോലെ തന്നെ നമുക്കറിയാം എൽ ഓഫ് ജി ഓഫ് എക്സ് ടി ഈസ് ഈക്വൽ ടു മൈനസ് ഡെൽറ്റ ഓഫ് എക്സ് മൈനസ് ടി ആണെന്ന് നമുക്കറിയാം. നമ്മൾ കുറച്ച് മുമ്പ് കണ്ടതേ ഉള്ളൂ. സോ അത് നമ്മളുടെ ആ ഒരു മുകളിലത്തെ ഇക്വേഷനിൽ അല്ലെങ്കിൽ ആ ഒരു മുകളിലത്തെ ഇക്വേഷൻ ഈ ഒരു താഴെയുള്ള എല്ലിൻ്റെ ഭാഗത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ഡി ബൈ ഡി എക്സ് ഓഫ് ആ ഒരു പി ഓഫ് എക്സ് എന്നുള്ളത് ഞാൻ എഴുതിയിട്ടില്ല എന്നുള്ളൂ, അവിടെ എക്സിൻ്റെ ഫംഗ്ഷനാണ് പി. ഓക്കെ, സോ പി ഡി ജി ബൈ ഡി എക്സ് പ്ലസ് ക്യൂ ജി ഇസ് ഈക്വൽ ടു മൈനസ് ഡെൽറ്റ എക്സ് മൈനസ് ടി എന്ന് എഴുതാം. ക്യൂവിൻ്റെ ബ്രാക്കറ്റിലും ഞാൻ എക്സ് എഴുതിയിട്ടില്ല, പക്ഷേ ക്യൂ എന്ന് പറയുന്നത് ആ ഒരു എക്സിൻ്റെ ഫംഗ്ഷനാണെന്ന് ഓർത്തിരിക്കുക. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യണം, അടുത്തതായിട്ട് നമ്മൾ അതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യണം. അപ്പോൾ അതിൽ ടി മൈനസ് എപ്സിലോണും ഇൻ്റഗ്രൽ ടി മൈനസ് എപ്സിലോൺ ടു ടി പ്ലസ് എപ്സിലോണും നമ്മൾ രണ്ട് ലിമിറ്റ് കൊടുത്തു. ആ ലിമിറ്റ് വെച്ചിട്ട് നമ്മൾ ആ ഒരു എബവ് ഇക്വേഷൻ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഡി ബൈ ഡി എക്സ് ഓഫ് പി ഡി ജി ബൈ ഡി എക്സ് ഡിവൈഡഡ് ബൈ പി ഇൻറ്റു ഡി ജി ബൈ ഡി എക്സ് പ്ലസ് ഇൻറ്റു ഡി എക്സ് പ്ലസ് ഇൻ്റഗ്രൽ ടി മൈനസ് എപ്സിലോൺ ടു ടി പ്ലസ് എപ്സിലോൺ ക്യൂ ജി ഡി എക്സ് വിച്ച് ഈസ് ഈക്വൽ ടു ടി മൈനസ് എപ്സിലോൺ ടി പ്ലസ് എപ്സിലോൺ ഇൻ്റഗ്രൽ ടി മൈനസ് എപ്സിലോൺ ടി പ്ലസ് എപ്സിലോൺ മൈനസ് ഡെൽറ്റ എക്സ് മൈനസ് ടി ഡി എക്സ്. അത്രയും നമ്മൾ എഴുതി. അപ്പോൾ ഇതിൽ ഞാൻ ഡീറ്റെയിൽഡായിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പറഞ്ഞു പോകുന്നില്ല, കാരണം അതിന് ഒരുപാട് ഈ ലിമിറ്റ് എങ്ങനെ വന്നതെന്നൊക്കെ ഒരുപാട് പറയാനുണ്ട്. അപ്പോൾ നമുക്ക് അതിനുള്ള ടൈമില്ലാത്തത് കൊണ്ട് ഇതാണ് ലിമിറ്റ് എന്ന് നിങ്ങൾ അറിഞ്ഞിരുന്നാൽ മതി. ഓക്കെ, ഇനിയിപ്പോൾ നമ്മൾ ഈ ലിമിറ്റിലെ എപ്സിലോണിനെ നമ്മൾ എന്തായി കൊടുക്കുകയാണ്, സീറോയ്ക്ക് ടെൻഡ് ചെയ്യാണ്. സോ അങ്ങനൊരു കണ്ടീഷൻ വരുമ്പോൾ ലെറ്റ് എപ്സിലോൺ ടെൻസ് ടു സീറോ വരുമ്പോൾ എന്ത് വരും, ഡി ജി ഡിവൈഡഡ് ബൈ ഡി എക്സ്. ഓക്കെ, അതിന് മുമ്പത്തെ ആ ഒരു സ്റ്റെപ്പ് പറയാൻ മറന്നുപോയി. അപ്പോൾ അതിന് മുമ്പത്തെ സ്റ്റെപ്പിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞിരുന്നു ഈ ഒരു നമുക്കുള്ള ലിമിറ്റ് എന്താണ്, ടി മൈനസ് എപ്സിലോൺ ടു ടി പ്ലസ് എപ്സിലോൺ ആണ് നമ്മുടെ ലിമിറ്റ് ഉണ്ടായിരുന്നത് അല്ലേ. അപ്പോൾ അതിൽ ആ ലിമിറ്റിലെ എപ്സിലോണിനെ നമ്മൾ ഫസ്റ്റ് സീറോയിലേക്ക് ടെൻഡ് ചെയ്യാണ്. അപ്പോൾ ആ ലെറ്റ് എപ്സിലോൺ ടെൻസ് ടു സീറോ വരുമ്പോൾ ഈ ഒരു ഇക്വേഷനിൽ ഒരു മിനിറ്റ്, ഇവിടുത്തെ ഈ ഒരു ഇക്വേഷൻ നോക്കി നോക്കൂ. ആ ഒരു കണ്ട ഇക്വേഷനിൽ അതിൻ്റെ ആ ഒരു സെക്കൻഡ് ടേമിൽ ക്യൂ എഫ് എക്സും ജി ഓഫ് എക്സും എന്താണ്, കണ്ടിന്യൂസ് ആയിട്ടാണ് വരിക. ഓക്കെ, അപ്പോൾ ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ടേം സീറോ ആയിട്ട് പോവും. ഓക്കെ, എന്താ ഞാൻ പറയുന്നത്, എപ്സിലോൺ സീറോ ആയിട്ട് വരുമ്പോൾ അതിൻ്റെ ആ ഒരു ക്യൂ ഓഫ് എക്സും അതേപോലെ തന്നെ ജി ഓഫ് എക്സും എന്തായിട്ട് വരും, കണ്ടിന്യൂസ് ആയിട്ട് വരും അതിൻ്റെ സെക്കൻഡ് ടേമിൽ. സോ ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്ത് എന്താണ്, അത് സീറോ ആയിട്ട് പോവും. അപ്പോൾ നമുക്ക് ആ ഒരു ടേം പോയി. അതുപോലെ തന്നെ ആ ഒരു ഡെൽറ്റ ഫംഗ്ഷൻ്റെ പ്രോപ്പർട്ടി പ്രകാരം റൈറ്റ് ഹാൻഡ് സൈഡ് എന്തായിട്ട് വരും, -1 ആയിട്ടും വരും. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് എന്ത് ചെയ്താൽ മതി, ആ ഒരു ഫസ്റ്റ് ടേം മാത്രം ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതി. ഇനി ഇവിടെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ഇൻ്റഗ്രേഷനും ഡിഫറൻഷിയേഷനും ഒപ്പം വന്നു കഴിഞ്ഞാൽ എന്താണ്, പിന്നെ ആ ഒരു ടേം ഉള്ളിലുള്ള ആ ഒരു ഫംഗ്ഷൻ മാത്രം എഴുതിയാൽ മതി. അപ്പോൾ എന്ത് വരും, പി ഓഫ് ഡി ജി ബൈ ഡി എക്സ് എന്ന് മാത്രമേ വരുള്ളൂ. അത്രേ നമുക്ക് എഴുതേണ്ട ആവശ്യമുള്ളൂ. പിന്നെ അതിന് അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും കൊടുത്താൽ മതി. അപ്പർ ലിമിറ്റ് എന്താണ്, ടി പ്ലസ് എപ്സിലോണും ലോവർ ലിമിറ്റ് ടി മൈനസ് എപ്സിലോണും. അത്രയും നമ്മൾ കൊടുത്തു. ഇനി നമ്മൾ ആ ഒരു അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും,
പി ഞാൻ ഓൾറെഡി പറഞ്ഞു പി ഒരു ഫംഗ്ഷൻ ഓഫ് എക്സ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എക്സിൻ്റെ സ്ഥാനത്ത് ടി പ്ലസ് എപ്സിലോൺ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ പി ഇൻറ്റു ടി പ്ലസ് എപ്സിലോൺ ഡി ജി ബൈ ഡി എക്സ്, അത് അപ്പർ ലിമിറ്റ് എന്താണ്, ടി പ്ലസ് എപ്സിലോണിൻ്റെ ടേമാണത്. ഇനി ലോവർ ലിമിറ്റ് ടി മൈനസ് എപ്സിലോണിൻ്റെ ടേമിന് എന്താ വരിക, മൈനസ് ഓഫ് പി ടി മൈനസ് എപ്സിലോൺ ഡി ജി ബൈ ഡി എക്സ് എന്ന് വരും. റൈറ്റ് ഹാൻഡ് സൈഡിൽ -1 എന്ന് കൊടുത്തു. എഗെയിൻ ഈ ഒരു എപ്സിലോൺ 0 ആയിട്ട് പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ 0ലേക്ക് ടെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്, ആ ഒരു പി ഓഫ് ടി പ്ലസ് എപ്സിലോണിലെ എപ്സിലോൺ ടേം ഒക്കെ 0 ആയിട്ട് പോകും അല്ലേ. അപ്പോൾ പിന്നെ അവിടെ പി ഓഫ് ടി മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ ഒരു രണ്ട് ടേമിലും, ആദ്യത്തെ ടേമിലും രണ്ടാമത്തെ ടേമിലും പി ഓഫ് ടി കോമൺ ആണ്. അപ്പോൾ ആ ഒരു കോമൺ ആയിട്ടുള്ള പി ഓഫ് ടീനെ നമ്മൾ റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുവരികയാണ്. അപ്പോൾ ബാക്കി അവിടെ എന്താ ഉണ്ടാവും, ഡി ജി ഡിവൈഡഡ് ബൈ ഡി എക്സ് with the limit t plus epsilon minus dg divided by dx with the limit t minus epsilon which is equal to -1 divided by p of t എന്ന് കിട്ടും. അപ്പോൾ ഇതിൻ്റെ മീനിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ടി എന്ന പോയിന്റിൽ ഗ്രീൻസ് ഫംഗ്ഷൻ്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് ഡിസ്കണ്ടിന്യൂസ് ആണ്. എന്താണ്, ആ ഒരു ടി എന്നുള്ള പോയിന്റിൽ ഗ്രീൻസ് ഫംഗ്ഷൻ്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് ഡിസ്കണ്ടിന്യൂസ് ആണ്. അപ്പോൾ എത്ര ഡിസ്കണ്ടിന്യൂറ്റി ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ -1 ഡിവൈഡഡ് ബൈ പി ഓഫ് ടി എന്നും പറയാം. സോ വി ക്യാൻ റൈറ്റ് ജി ഓഫ് എക്സ് ടി ഈസ് ഈക്വൽ ടു g1 ഓഫ് എക്സ് ടി അറ്റ് ദ ലിമിറ്റ് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ടി, അല്ലെങ്കിൽ എ എക്സ് ടു ടി ഓർ എക്സ് എ ടു ടി എന്നും വേണമെങ്കിൽ നമുക്ക് പറയാം. രണ്ടാമത്തെ എന്താണ്, g2 എക്സ് ഓഫ് ടി വിത്ത് ദ ലിമിറ്റ് ടി ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി. അപ്പോൾ ആ ഒരു ഡിസ്കണ്ടിന്യൂറ്റി ഉള്ള ഒരു പോയിന്റ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യണത്, ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് എഴുതണത്. ഒന്നിച്ചിട്ട് ജി ഓഫ് എക്സ് ടി എന്ന് എഴുതാതെ g1 ഓഫ് എക്സ് ടി അതേപോലെ തന്നെ g2 ഓഫ് എക്സ് ടി എന്ന് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാനുള്ള കാരണം എന്താ, ഞാൻ പറഞ്ഞു അതിൻ്റെ ആ ഒരു ഫസ്റ്റ് ഡെറിവേറ്റീവ് ഡിസ്കണ്ടിന്യൂസ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ ആ ഒരു ഡിസ്കണ്ടിന്യൂറ്റി ഉള്ള പോയിന്റ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് എഴുതണത്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ഗ്രീൻസ് ഫംഗ്ഷൻ്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയായിട്ട് എഴുതാം. സോ വി ക്യാൻ സമ്മറൈസ് ദ പ്രോപ്പർട്ടീസ് ഓഫ് ഗ്രീൻസ് ഫംഗ്ഷൻ ആസ്, ഫസ്റ്റ് പ്രോപ്പർട്ടി എന്താണ്, എൽ ഓഫ് g1 ഓഫ് എക്സ് ടി ഈസ് ഈക്വൽ ടു 0 ഇൻ ദ ഇൻ്റർവെൽ എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എസ് ലെസ് ദാൻ ടി. എൽ ഓഫ് g2 എക്സ് ടി ഈസ് ഈക്വൽ ടു 0 ഇൻ ദ ഇൻ്റർവെൽ ടി ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി എന്ന് എഴുതാം. അപ്പോൾ അതായത് g1 സാറ്റിസ്ഫൈസ് ദ ബൗണ്ടറി കണ്ടീഷൻ അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു എ ആൻഡ് g2 സാറ്റിസ്ഫൈസ് അറ്റ് ദ ബൗണ്ടറി കണ്ടീഷൻ എക്സ് ഇസ് ഈക്വൽ ടു ബി എന്ന് നമുക്ക് പറയാം. ഇനി സെക്കൻഡ് കണ്ടീഷൻ ഈസ് ജി ഓഫ് എക്സ് ടി ഈസ് കണ്ടിന്യൂസ് അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു ടി. അതാണ് സെക്കൻഡ് കണ്ടീഷൻ എന്ന് പറയുന്നത്. ഇനി ആ ഒരു മൂന്നാമത്തെ പ്രോപ്പർട്ടി എന്താണ്, ദ ഫസ്റ്റ് ഡെറിവേറ്റീവ് ഓഫ് ദി ഗ്രീൻസ് ഫംഗ്ഷൻ ഈസ് ഡിസ്കണ്ടിന്യൂസ് and the discontinuity is -1 by p of t ആണ് അല്ലേ. അപ്പോൾ അതിനെ നമുക്ക് എങ്ങനെ എഴുതാം, dg2 divided by dx at x is equal to t minus dg1 divided by dx at x is equal to t which is equal to -1 divided by p of t എന്ന് എഴുതാം. So we can construct a Green's function. ഇതിൽ നിന്ന് നമുക്ക് എന്ത് കൺസ്ട്രക്ട് ചെയ്യാം, ഒരു ഗ്രീൻസ് ഫംഗ്ഷൻ കൺസ്ട്രക്ട് ചെയ്യാം. ആൻഡ് ദ സൊല്യൂഷൻ ഈസ് ദ സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആയതുകൊണ്ട് എന്താണ്, ഇതിന് രണ്ട് സൊല്യൂഷൻ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ആ രണ്ട് സൊല്യൂഷൻ നമുക്ക് u1 ഓഫ് എക്സ് എന്നും u2 ഓഫ് എക്സ് എന്നും കൺസിഡർ ചെയ്യുകയാണെങ്കിൽ u1 സാറ്റിസ്ഫൈസ് ദ ബൗണ്ടറി കണ്ടീഷൻ അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു എ ആൻഡ് u2 സാറ്റിസ്ഫൈസ് ദ ബൗണ്ടറി കണ്ടീഷൻ അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു ബി എന്നും നമുക്ക് പറയാം. Then we can write g of xt as first g1 of xt യുടെ ടേം എഴുതണം, അതേപോലെ തന്നെ g2 of xt ടേം എഴുതണം. അത് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാനുള്ള കാരണം എന്താണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. So we can construct the Green's function as g of xt is equal to c1 u1 of x at the interval a less than or is equal to s less than t, c2 u2 of x at the interval t less than x ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി. ഓക്കെ, ഇവിടെ C1 ഉം C2 എല്ലാം ലീനിയർ കോഎഫിഷ്യൻസ് ആണ്. ഓക്കെ, സോ
ഇതെല്ലാം C1 C2 ലീനിയർ കോഎഫിഷ്യൻ്റ് ആണെന്ന് പറഞ്ഞു. ദെൻ വി ഹാവ് ദ ഗ്രീൻസ് ഫംഗ്ഷൻ കണ്ടിന്യൂസ് അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു സി. ഓക്കെ, ആ എക്സ് ഈക്വൽ ടു ടി എന്നുള്ള ടേമിൽ, സി എന്നാണ് ഞാൻ പറഞ്ഞത്, സോറി, എക്സ് ഇസ് ഈക്വൽ ടു ടി എന്നുള്ള ടേമിലാണ് ഗ്രീൻസ് ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആയിട്ട് ഇരിക്കുന്നത്. സോ വി ക്യാൻ റൈറ്റ് C2 U2 ഓഫ് ടി മൈനസ് C1 U1 ഓഫ് ടി ഈസ് ഈക്വൽ ടു 0. ആൾസോ ആ ഒരു തേർഡ് കണ്ടീഷൻ നോക്കുക. അത് പ്രകാരം നമുക്ക് എന്ത് എഴുതാം? C2 U2 ഡാഷ് ഓഫ് ടി മൈനസ് C1 U1 ഡാഷ് ഓഫ് ടി ഈസ് ഈക്വൽ ടു മൈനസ് 1 പി ഓഫ് ടി എന്ന് എഴുതാം. അതിന് നമ്മൾ ഫസ്റ്റ് ഇക്വേഷൻ നമ്പർ എ എന്ന് കൊടുത്തു. ഓക്കെ, ഇപ്പോൾ ഇവിടെ നമുക്ക് രണ്ട് ലീനിയർ ഇക്വേഷൻ കിട്ടി. ഇപ്പോൾ ഇവിടെ U1 ഓഫ് എക്സ് അതുപോലെ തന്നെ U2 ഓഫ് എക്സ് ഇങ്ങനെ രണ്ട് സൊല്യൂഷൻസ് ഉണ്ട്. ഈ രണ്ട് സൊല്യൂഷനും ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണെന്ന് വിചാരിക്കുക. സോ ഇവിടെ നിങ്ങൾ ഒരു ഫോർമുല കൂടി അറിഞ്ഞിരിക്കണം. ദാറ്റ് ഈസ് ദ റോൺസ്കിയൻ, അതായത് ഒമേഗ ഇസ് ഈക്വൽ ടു, അല്ലെങ്കിൽ ഡബ്ല്യു ഇസ് ഈക്വൽ ടു, ഡബ്ല്യു എന്ന് തന്നെ നമുക്ക് പറയാം, റോൺസ്കിയൻ ഡബ്ല്യു ഇസ് ഈക്വൽ ടു എ ഡിവൈഡഡ് ബൈ പി ഓഫ് ടി. ഇതിനെ ഏബിൾസ് ഫോർമുല എന്നാണ് പറയുക. ഓക്കെ, ആൾസോ വി ക്യാൻ റൈറ്റ് ഡബ്ല്യു ഇസ് ഈക്വൽ ടു U1 U2 ഡാഷ് മൈനസ് U2 U1 ഡാഷ് വിച്ച് ഈസ് ഈക്വൽ ടു എ ഡിവൈഡഡ് ബൈ പി ടി എന്ന് എഴുതാം, സോറി പി ഓഫ് ടി എന്ന് എഴുതാം. ഇത് ജസ്റ്റ് അറിഞ്ഞിരുന്നാൽ മതി കേട്ടോ. അപ്പോൾ ഈ ഒരു ഫോർമുലയിൽ നമ്മൾ എന്ത് ചെയ്തു? ഇക്വേഷൻ നമ്പർ ബി എന്നും കൊടുത്തു. ഇനി ഈ ഒരു എ ബി എന്നുള്ള രണ്ട് ഇക്വേഷൻസ് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? C2 ഈസ് ഈക്വൽ ടു U1 ഓഫ് ടി ഡിവൈഡഡ് ബൈ എ, അതായത് U2 ഡാഷിൻ്റെ കോഎഫിഷ്യൻ്റ് ആയിട്ടാണ് വരിക. ഓക്കെ, അത് കിട്ടി. അതേപോലെ തന്നെ C1 ഈസ് ഈക്വൽ ടു മൈനസ് U2 ഓഫ് ടി ഡിവൈഡഡ് ബൈ എ എന്നും കിട്ടും. So from this we can write the Green's equation as g of xt is equal to minus U2 of t divided by a into U1x, x from a to t. അതുപോലെ തന്നെ മൈനസ് U1 of t divided by a into U2 of x, x from t to b. Okay. So this is the form of Green's function for a one-dimensional problem. അപ്പോൾ ഒരു വൺ ഡയമെൻഷണൽ പ്രോബ്ലത്തിൻ്റെ ഗ്രീൻസ് ഫംഗ്ഷൻ്റെ ഫോമിലാണ്, അല്ലെങ്കിൽ ഗ്രീൻസ് ഫംഗ്ഷൻ ഇക്വേഷനാണ് നമ്മളിപ്പോൾ കണ്ടുപിടിച്ചത്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്കൊരു പ്രോപ്പർട്ടി പറയാൻ പറ്റും. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇഫ് യു ഇൻ്റർചേഞ്ച് എക്സ് ആൻഡ് ടി, എക്സും ടിയും കൂടി ഇൻ്റർചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ വി ക്യാൻ പ്രൂവ് ദാറ്റ് ജി ഓഫ് എക്സ് ടി ഇസ് ഈക്വൽ ടു ജി ഓഫ് ടി ഓഫ് എക്സ്. സോ ദിസ് ഈസ് ദ സിമെട്രി പ്രോപ്പർട്ടി ഓഫ് ഗ്രീൻസ് ഫംഗ്ഷൻ. അപ്പോൾ ജി ഓഫ് എക്സ് ടി ഈസ് ഈക്വൽ ടു ജി ഓഫ് ടി എക്സിനെയാണ് ഗ്രീൻസ് ഫംഗ്ഷൻ്റെ സിമെട്രി പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. ഇത് ഈ ഒരു ഗ്രീൻസ് ഫംഗ്ഷനെ സംബന്ധിച്ചിടത്തോളം സിമെട്രി പ്രോപ്പർട്ടി എന്ന് പറയുന്നത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഈ സിമെട്രിക് പ്രോപ്പർട്ടി ഓഫ് ഗ്രീൻസ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇടയ്ക്ക് എസ് ഒക്കെ ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അതെങ്ങനെ നമുക്ക് മറ്റൊരു രീതിയിൽ പ്രൂവ് ചെയ്യാമെന്ന് നോക്കുക. സോ ഇഫ് ദർ ആർ ടു വേരിയബിൾസ് R1 ആൻഡ് R2, ഇവിടെ R1ഉം R2 ആണ് നമ്മൾ രണ്ട് വേരിയബിൾസ് ആയിട്ട് എടുക്കുന്നത്. കുറച്ചുമ്പോൾ നമ്മൾ എക്സും ടിയും എടുത്തു, ഇവിടെ R1ഉം R2 എടുക്കുന്നു എന്നേ ഉള്ളൂ. ഓക്കെ, ദെൻ ദ സിമെട്രിക് പ്രോപ്പർട്ടി ഓഫ് ഗ്രീൻ ഫംഗ്ഷൻ സ്റ്റേറ്റ്സ് ജി ഓഫ് R1 R2 ഇസ് ഈക്വൽ ടു ജി ഓഫ് R2 R1. അപ്പോൾ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ജി ഓഫ് R1 R2 ഇസ് ഈക്വൽ ടു ജി ഓഫ് R2 R1 ആണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അതിന് ഫസ്റ്റ് ഇക്വേഷൻ കൊടുത്തു. ഇനി അതിൻ്റെ പ്രൂഫ് നോക്കാം. ലെറ്റ് ഗ്രീൻസ് ഫംഗ്ഷൻ GR1 സാറ്റിസ്ഫൈസ് ദ ഇക്വേഷൻ വിത്ത് പോയിൻറ്റ് സോഴ്സ് അറ്റ് R1. അപ്പോൾ നമ്മൾ R1 എന്നുള്ളത് എന്താണ്? ഒരു പോയിൻറ്റ് സോഴ്സായിട്ട് കണക്കാക്കുകയാണ്. അപ്പോൾ ആ ഒരു പോയിൻറ്റ് സോഴ്സിൻ്റെ ഗ്രീൻസ് ഫംഗ്ഷനെ നമുക്ക് എങ്ങനെ എഴുതാം? അല്ലെങ്കിൽ ആ ഒരു ഗ്രീൻസ് ഫംഗ്ഷൻ ഈ താഴെ തന്നിരിക്കുന്ന ഈ ഒരു ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് മുമ്പേ കണ്ട ഒരു ഇക്വേഷൻ പോലെ തന്നെയാണ് ഇതും. അതിൽ നമ്മൾ ഡി ഡിവൈഡഡ് ബൈ ഡി വൈ ഓഫ് പി ഓഫ് എക്സ് ജി ഓഫ് എക്സ് ടി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. പ്ലസ് ക്യൂ ഓഫ് എക്സ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഇക്വേഷൻ കണ്ടിട്ടുണ്ടായിരുന്നു. അതേ ഇക്വേഷനെ വേറൊരു ഫോമിൽ ഇവിടെ എഴുതിയിട്ടുണ്ട് തന്നെ ഉള്ളൂ. രണ്ട് ഇക്വേഷനും കൂടി കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഓൾമോസ്റ്റ് രണ്ടും സെയിം ആണ്. ഓക്കെ, അപ്പോൾ അതിന് ഈ ഒരു ഗ്രീൻസ് ഫംഗ്ഷനെ നമുക്ക് എങ്ങനെ ഈ ഒരു ഗ്രീൻസ് ഫംഗ്ഷൻ അതേപോലെ എന്താ പറയുക, ഈ ഒരു പോയിൻറ്റ് സോഴ്സിൻ്റെ ഗ്രീൻസ് ഫംഗ്ഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഇക്വേഷനായിട്ട് നമുക്ക് എന്ത് എഴുതാം? ഡെൽ ഡോട്ട് പി ഓഫ് ആർ ഡെൽ ജി ഓഫ് R R1 പ്ലസ്
ലാംഡ ക്യൂ ഓഫ് ആർ ജി ഓഫ് ആർ ആർ വൺ ഈസ് ഈക്വൽ ടു മൈനസ് ഡെൽറ്റ ആർ മൈനസ് ആർ വൺ. അതിന് നമ്മൾ ഇക്വേഷൻ നമ്പർ 2 എന്ന് കൊടുത്തു. അപ്പോൾ ഇതിലെ പി ഓഫ് ആറും ക്യൂ ഓഫ് ആറും ആർബിട്രറി ഫങ്ഷൻസ് ഓഫ് ആർ ആണ്. അപ്പോൾ ആ ഒരു ആറിൻ്റെ ആർബിട്രറി ഫങ്ഷൻസ് ആണ് പി ഓഫ് ആറും ക്യൂ ഓഫ് ആറും. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് ആ ഒരു R1 എന്നുള്ള പോയിന്റ് സോഴ്സിൻ്റെ കാര്യമാണ് പറയുന്നത്. ഇനി നമ്മൾ സപ്പോസ് R2 എന്നുള്ളൊരു പോയിന്റ് സോഴ്സ് എടുക്കുകയാണെങ്കിൽ നോക്കി നോക്കൂ, അവിടുത്തെ ആ ഒരു ഗ്രീൻസ് ഫംഗ്ഷൻ ഏത് ഇക്വേഷനാണ് സാറ്റിസ്ഫൈ ചെയ്യാന്ന് നോക്കുക. ഇഫ് ദ സോഴ്സ് പോയിന്റ് ഈസ് അറ്റ് R2, then the Green's function satisfies the equation del dot P of R del G R R2 plus lambda Q of R G R R2 which is equal to del R minus R2. ഇതിന് നമ്മൾ ഇക്വേഷൻ നമ്പർ 3 എന്നും കൊടുത്തു. ഇനി ഈ ഒരു ഇക്വേഷൻ നമ്പർ 2, ആ ഒരു ഇക്വേഷൻ നമ്പർ 2നെ ജി ഓഫ് ആർ ആർ ടു ആയിട്ടും അതേപോലെ തന്നെ ഇക്വേഷൻ നമ്പർ 3നെ ജി ഓഫ് ആർ ആർ വണ്ണുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ ഇക്വേഷൻ നമ്പർ 2നെ ജി ഓഫ് ആർ ആർ ടു ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ജി ഓഫ് ആർ ആർ ടു. പിന്നെ ബാക്കി അതേ ഇക്വേഷൻ എടുത്ത് എഴുതിയാൽ മതി. എന്താണ്? ഡെൽ ഡോട്ട് പി ഓഫ് ആർ ഡെൽ ജി ആർ 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 വൺ പ്ലസ് ജി ആർ ആർ ടു ലാംഡ ക്യൂ ഓഫ് ആർ ജി ആർ ആർ വൺ ഈസ് ഈക്വൽ ടു റൈറ്റ് ഹാൻഡ് സൈഡിൽ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ എന്ത് വരും? മൈനസ് ഡെൽറ്റ ആർ മൈനസ് ആർ വൺ ജി ആർ ആർ ടു എന്ന് കിട്ടും. ഇതേപോലെ തന്നെയാണ് ഇക്വേഷൻ നമ്പർ 3നെ നമ്മൾ എന്തുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം എന്നാണ് പറഞ്ഞത്? ജി ഓഫ് ആർ ആർ വൺ ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ ആ ഇക്വേഷൻ നമ്പർ 3ലെ ഓരോ ടേമിനെയും എന്തുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം? ജി ഓഫ് ആർ ആർ വൺ ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ നോക്കി നോക്കൂ, ജി ഓഫ് ആർ ആർ വൺ ഇൻറ്റു ഡെൽ ഡോട്ട് പി ഓഫ് ആർ ഡെൽ ജി ആർ ആർ ടു പ്ലസ് ജി ഓഫ് ആർ ആർ വൺ ഇൻറ്റു ലാംഡ ക്യൂ ഓഫ് ആർ ജി ആർ ആർ ടു വിച്ച് ഈസ് ഈക്വൽ ടു മൈനസ് ഡെൽറ്റ ആർ ആർ ടു ജി ഓഫ് ആർ ആർ വൺ എന്ന് കിട്ടി. അതിന് നമ്മൾ ഇക്വേഷൻ നമ്പർ 5 കൊടുത്തു. ഇനി ഇക്വേഷൻ നമ്പർ 4 എന്ന് ഇക്വേഷൻ നമ്പർ 5 എന്ത് ചെയ്യാണ്? സബ്ട്രാക്ട് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ ഈ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ എന്ത് വരും? നോക്കി നോക്കൂ, ജി ഓഫ് ആർ ആർ ടു ഡെൽ ഡോട്ട് പി ഓഫ് ആർ ജി ഓഫ് ആർ ആർ വൺ മൈനസ് ജി ഓഫ് ആർ ആർ വൺ ഡെൽ ഡോട്ട് പി ഓഫ് ആർ ഡെൽ ജി ആർ ആർ ടു. ഓക്കെ, അതിൻ്റെ സെക്കൻഡ് ടേം രണ്ടും സെയിം ആയതുകൊണ്ട് രണ്ടും ക്യാൻസൽ ചെയ്ത് പോയി. ഓക്കെ, ഇനി റൈറ്റ് ഹാൻഡ് സൈഡത്തെ മാത്രം എഴുതിയാൽ മതി. അതെന്താണ്? മൈനസ് ജി ആർ ആർ ടു ഡെൽ ആർ മൈനസ് ആർ വൺ പ്ലസ് ഡെൽ അല്ല ഡെൽറ്റയാണ്, ഡെൽറ്റ ആർ മൈനസ് ആർ വൺ പ്ലസ് ജി ആർ ആർ വൺ ഡെൽറ്റ ആർ ആർ ടു ആർ മൈനസ് ആർ ടു. ഓക്കെ, അപ്പോൾ 4ന്ന് 5 കുറച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഇക്വേഷൻ കിട്ടി. ഇനി ഈ ഒരു ഇക്വേഷനെ നമ്മൾ എന്ത് ചെയ്യാണ്? ഇൻ്റഗ്രേറ്റ് ചെയ്യാണ് ഓവർ ദ വോൾ വോളിയം. സോ നൗ ഇൻ്റഗ്രേറ്റ് ഓവർ ദ വോൾ വോളിയം. ആ ഒരു വോളിയം ഇൻ്റഗ്രൽ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? ആ ഒരു ഇക്വേഷൻ ഇൻ്റഗ്രേറ്റ് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ വോളിയം ഇൻ്റഗ്രൽ വെച്ചിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ജി ഓഫ് ആർ ആർ ടു ഡെൽ ഡോട്ട് പി ഓഫ് ആർ ഡെൽ ജി ആർ ആർ വൺ മൈനസ് ജി ഓഫ് ആർ ആർ വൺ ഡെൽ ഡോട്ട് പി ഓഫ് ആർ ഡെൽ ജി ഓഫ് ആർ ആർ ടു ഇൻറ്റു ഡി ടോ. നമ്മൾ വോളിയം ഇൻ്റഗ്രലിന് ഇപ്പോൾ ടോ എന്ന് പറഞ്ഞിട്ടാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതെന്ന് വയ്ക്കുക. ഓക്കെ, വിച്ച് ഈസ് ഈക്വൽ ടു റൈറ്റ് ഹാൻഡ് സൈഡിൽ എന്താ വരിക? വോളിയം ഇൻ്റഗ്രൽ മൈനസ് ജി ഓഫ് ആർ ആർ ടു ഡെൽറ്റ ആർ മൈനസ് ആർ വൺ പ്ലസ് ജി ഓഫ് ആർ ആർ വൺ ഇൻറ്റു ഡെൽറ്റ ഓഫ് ആർ മൈനസ് ആർ ടു ഇൻറ്റു ഡി ടോ എന്ന് കിട്ടി. ഇനി നമ്മൾ ഈ ഒരു ഇക്വേഷനിൽ ഗോസ് തിയറം അപ്ലൈ ചെയ്യാണ്. എന്താണ് ഗോസ് തിയറം? ഗോസ് തിയറം എന്ന് പറയുന്നത് എന്താ? വോളിയം ഇൻ്റഗ്രൽ ഇപ്പോൾ ഫൈ ഓഫ് ഡി വി അല്ലെങ്കിൽ ഫൈ ഓഫ് ഡി ടോ അല്ലെങ്കിൽ ഡെൽ ഡോട്ട് ടോ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ട്രിപ്പിൾ ഇൻ്റഗ്രൽ. നമ്മൾ ഈ വോളിയം ഇൻ്റഗ്രലിന് നമ്മൾ ട്രിപ്പിൾ ഇൻ്റഗ്രൽ വെച്ചിട്ടാണ് നമ്മൾ ഡിനോട്ട് ചെയ്യാറ്. അപ്പോൾ എന്ത് വരും? ആ ഒരു ട്രിപ്പിൾ ഇൻ്റഗ്രൽ ഡെൽ ഡോട്ട് ഫൈ ഡി ടോ ഈസ് ഈക്വൽ ടു എന്ത് വരും? സർഫസ് ഇൻ്റഗ്രൽ ഫൈ ഡോട്ട് ഡി എസ് ആണ് വരിക. ഓക്കെ, അപ്പോൾ ആ ഒരു ഡെൽ ഡോട്ട് എന്നുള്ള ടേം അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? വാനിഷ് ചെയ്തിട്ട് ഫൈ ഡോട്ട് ഡി എസ്, ആ ഒരു ഫംഗ്ഷൻ ഡോട്ട് ഡി എസ് എന്നുള്ള ഒരു ടേമിലേക്ക് മാറും. അതാണ് ഗോസ് തിയറം പറയുന്നത്.
അപ്പോൾ അത് നമ്മൾ ആ ഒരു എബോവ് ഇക്വേഷനിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ആ ഒരു വോളിയം ഇൻ്റഗ്രലിനെ നമ്മൾ സർഫസ് ഇൻ്റഗ്രലായിട്ട് കൺവേർട്ട് ചെയ്തു. അതായത് അവിടെ ഒരു ഡെൽ ഡോട്ട് പി എന്നുള്ള ടേം ഉണ്ടായിരുന്നില്ലേ, ആ ടേം അവിടെ വാനിഷ് ചെയ്തു. ഓക്കെ, അപ്പോൾ ആ ഒരു ഡെൽ ഡോട്ട് എന്നുള്ള ടേം വാനിഷ് ചെയ്തിട്ട് നമുക്ക് എന്ത് കിട്ടും? ജി ഓഫ് ആർ ആർ ടു പി ഓഫ് ആർ ഡെൽ ജി ആർ ആർ വൺ മൈനസ് ജി ഓഫ് ആർ ആർ വൺ പി ഓഫ് ആർ ഡെൽ ജി ആർ ആർ ടു ഇൻറ്റു ഡി എസ്, സോറി ഡോട്ട് ഡി എസ്. അതായത് ആ ഒരു ഡെൽ ഡോട്ട് എന്നുള്ള ടേം പോയിട്ട് ആ ഒരു മൊത്തം ഫങ്ഷൻ ഡോട്ട് ആ ഒരു ഡി എസ് എന്നുള്ള ടേമിക്ക് നമ്മൾ മാറി. റൈറ്റ് ഹാൻഡ് സൈഡിൽ എന്ത് വരും? ജി ഓഫ് ആർ ടു മൈനസ് ആർ ആർ വൺ മൈനസ് ജി ഓഫ് ആർ വൺ ആർ ടു, ഞാൻ പറഞ്ഞ് മാറിപ്പോയി. ആർ എച്ച് എസിൽ എന്താണ് വരുന്നത്? ജി ഓഫ് ആർ ടു ആർ വൺ മൈനസ് ജി ഓഫ് ആർ വൺ ആർ ടു. അതെങ്ങനെയാണ് വന്നത് നോക്കി നോക്കൂ. നമുക്കറിയാം ഡിറാക് ഡെൽറ്റ ഫംഗ്ഷൻ്റെ പ്രോപ്പർട്ടി പ്രകാരം എന്ത് എഴുതാം? ഒരു ഫംഗ്ഷൻ ഇൻറ്റു ആ ഒരു ഡിറാക് ഡെൽറ്റ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഫംഗ്ഷൻ തന്നെയാണ് കിട്ടുക. അപ്പോൾ എന്തായിരുന്നു നമ്മൾ റൈറ്റ് ഹാൻഡ് സൈഡിൽ ഉണ്ടായിരുന്ന ഒരു ടേം? ജി എഫ് ആർ വൺ ആർ ആർ ടു ആയിരുന്നു. സോ ആർ ആർ ടു ഡെൽറ്റ ഓഫ് ആർ മൈനസ് ആർ വൺ എന്നുള്ളത് നമുക്ക് എന്തായിട്ട് മാറും? ജി എഫ് ആർ ടു ആർ വൺ ആയിട്ട് മാറും. അതുപോലെ തന്നെ ജി എഫ് ആർ ആർ വൺ ഡെൽറ്റ ഓഫ് ആർ മൈനസ് ആർ ടു എന്നുള്ള ടേം എന്തായിട്ട് മാറും? ജി എഫ് ആർ വൺ ആർ ടു ആയിട്ട് മാറും. അതൊരു ഡിറാക് ഡെൽറ്റ ഫംഗ്ഷൻ്റെ പ്രോപ്പർട്ടിയാണ്. അപ്പോൾ ആ ഒരു പ്രോപ്പർട്ടി വെച്ചിട്ട് ഇക്വേഷൻ നമ്പർ 5 ആർ എച്ച് എസും വന്നു. ഓക്കെ, അക്കോർഡിംഗ് ടു ബൗണ്ടറി കണ്ടീഷൻ ജി ഓഫ് ആർ ആർ വൺ ആൻഡ് ജി ഓഫ് ആർ ആർ ടു ഹാവ് same value on the surface and the normal derivatives have same value on the surface or their normal gradients vanish over the surface. So the LHS of the equation becomes 0. അതായത് ആ ഒരു ബൗണ്ടറി കണ്ടീഷൻ അപ്ലൈ ചെയ്യുമ്പോൾ ജി ഓഫ് ആർ ആർ വണ്ണിനും അതുപോലെ തന്നെ ജി ഓഫ് ആർ ആർ ടുവിൻ്റെയും ഗ്രേഡിയൻറ്റിന് സെയിം വാല്യൂ ആവും കിട്ടുക. എന്താ പറഞ്ഞത്? ആ ഒരു ബൗണ്ടറി കണ്ടീഷൻ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ജി ഓഫ് ആർ ആർ വണ്ണിനും അതേപോലെ തന്നെ ജി ഓഫ് ആർ ആർ ടുവിനും എന്താ കിട്ടുക? അതിന് രണ്ടിൻ്റെയും ഗ്രേഡിയൻറ്റിന് സെയിം വാല്യൂ ആവും കിട്ടുക. അപ്പോൾ രണ്ടിൻ്റെയും ഗ്രേഡിയൻറ്റിന് സെയിം വാല്യൂ ആവും കിട്ടുക എന്ന് പറയുന്നത് ആ ഒരു ഇക്വേഷൻ നമ്പർ 5 LHS എന്തായിട്ട് പോവും? 0 ആയിട്ട് പോവും. അപ്പോൾ LHS 0 ആയിട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് വരും? ആർ എച്ച് എസ് മാത്രമല്ലേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ആർ എച്ച് എസിലെ ആ ഒരു ടേം നെഗറ്റീവ് ഒരു ടേം പോസിറ്റീവ് ആണ്. അപ്പോൾ നെഗറ്റീവ് ആയിട്ടുള്ള ടേം നമ്മൾ വീണ്ടും ഇപ്പുറത്തെ സൈഡിലേക്ക് കൊണ്ടുവരിക. അപ്പോൾ നമുക്ക് എന്ത് വരും? ജി ഓഫ് ആർ ടു ആർ വൺ ഈസ് ഈക്വൽ ടു ജി ഓഫ് ആർ ടു ആർ വൺ എന്ന് കിട്ടും. ജി ഓഫ് ആർ ടു ആർ വൺ ഈസ് ഈക്വൽ ടു ജി ഓഫ് ആർ വൺ ആർ ടു എന്ന് കിട്ടും. അല്ലെങ്കിൽ തിരിച്ചായാലും കുഴപ്പമില്ല. അതായത് നമ്മൾ അതിൻ്റെ എന്ത് മാറ്റുക? അതിലെ ആ ഒരു ടേംസ് ഇൻ്റർചേഞ്ച് ചെയ്താലും എന്ത് വരും? നമുക്ക് എന്ത് കിട്ടും? ഈ ഒരു സിമെട്രിക് പ്രോപ്പർട്ടീസ് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയും നിങ്ങൾക്ക് ഈ ഒരു ഗ്രീൻ ഫംഗ്ഷൻ്റെ സിമെട്രിക് പ്രോപ്പർട്ടി പ്രൂവ് ചെയ്യാം. ഏതാണ് നിങ്ങൾക്ക് ഈസി എന്ന് തോന്നുന്ന മെത്തേഡ് നിങ്ങൾക്ക് ഫോളോ ചെയ്യാവുന്നതേ ഉള്ളൂ. നമ്മൾ കുറച്ച് മുമ്പ് പറഞ്ഞ മെത്തേഡിൽ നിങ്ങൾക്കിപ്പോൾ അതൊരു എസ്എ ക്വസ്റ്റ്യനൊക്കെ ആയിട്ട് വരുമ്പോൾ അത്ര കാര്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതാൻ പറ്റുന്നുണ്ടാവില്ല. അതുകൊണ്ടാണ് ഈ ഒരു മെത്തേഡും കൂടി പറഞ്ഞു തന്നത്. ഈ ഒരു മെത്തേഡിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി എലാബറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു എസ്എ ക്വസ്റ്റ്യനുള്ള കണ്ടന്റ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇതാണ് എന്ത്? സിമെട്രിക് പ്രോപ്പർട്ടി ഓഫ് ഗ്രീൻസ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്.